നമസ്കാരം. ജനകീയരായി ജനപ്രിയരായി നിൽക്കുന്ന MLA-മാർ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നേ ഉണ്ടാവുള്ളൂ. തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് ചോദിച്ചുകൊണ്ട് വരുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് വന്ന് നമ്മുടെ മുന്നിൽ ഓച്ചാനിച്ചിരിക്കുന്ന MLA-മാർ ആകാൻ നിൽക്കുന്നവർ, MLA-മാരായതിനു ശേഷം പിന്നെ അവരെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ നിന്ന് ചെരുപ്പ് തേഞ്ഞ് നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അത്തരത്തിൽ അതിനൊക്കെ അപവാദമായ ചില MLA-മാരെയൊക്കെ എനിക്കറിയാം. കാരണം ഞാൻ ഓരോ ആവശ്യങ്ങൾക്ക് അവർക്കൊരു ഇമെയിൽ അയക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായി ഇത് പ്രതികരിച്ചുകൊണ്ട് പരിഗണിക്കേണ്ടതാണെങ്കിൽ പരിഗണിച്ചും, ഇനി അതല്ല കൂടുതൽ എന്തെങ്കിലും അറിയാനുള്ളതാണെന്നുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയും ഒക്കെ ചെയ്യുന്ന അധികം MLA-മാരില്ല എന്ന് പറയാം. പക്ഷെ അത്തരത്തിൽ കൃത്യമായി ചെയ്യുന്ന ഒരു MLA-യെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് TV ഇബ്രാഹിം MLA-യെ കുറിച്ചാണ്. സർക്കാരിലേക്ക് ഇപ്പോൾ സർക്കാരിന് സാമ്പത്തിക സ്ഥിതി ഇല്ല, വളരെ മോശമാണെന്നറിയാലോ. അപ്പൊ ഈ സാഹചര്യത്തിൽ സർക്കാരിലേക്ക് പണം എത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മുടെ നിയമം എന്ന് പറയുന്നത് 1963 നിയമമാണ്. ഇപ്പോ ഈ പേയ്മെന്റ് ഗേറ്റ്വേ ആയിട്ട് ബന്ധപ്പെട്ട് കൊടുക്കേണ്ടത് ഓൺലൈനില്ല. അപ്പോൾ ഓൺലൈൻ സംരംഭങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഓൺലൈനിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നു, ട്രെയിനിങ് എടുക്കുന്നു, അതുപോലെ വെബ്സൈറ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്കൊരു പേയ്മെന്റ് ഗേറ്റ്വേ ആവശ്യമുണ്ട്. ഈ പേയ്മെന്റ് ഗേറ്റ്വേ വേണമെന്നുണ്ടെങ്കിൽ അതൊരു രജിസ്ട്രേഷൻ വേണം, ഒരു ലൈസൻസ് വേണം. അതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഉദ്യം രജിസ്ട്രേഷൻ പോലെ കേരള സർക്കാരിന്റെ കീഴിൽ കൊടുക്കുന്ന ഒരു ലൈസൻസ് ആണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് റിജക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 1963 70 ഇടയിലുള്ള നിയമത്തിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പക്ഷെ അതിലേക്ക് ആവശ്യമായ 1000 രൂപയോളം ഫീസ് വാങ്ങുന്നത് പേയ്മെന്റ് ഗേറ്റ്വേയിലൂടെ വെബ്സൈറ്റിലാണ്. അപ്പോൾ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാനും ചെയ്തു. എൻ്റെ നിന്നും ഏകദേശം 1000 രൂപയോളം ഫീസ് വാങ്ങി. പക്ഷെ യാതൊരു റിപ്ലൈയും ഇല്ല, തരാൻ യാതൊരു മാർഗവുമില്ല, നിയമമില്ല. നിയമം 63 ആണ് എന്ന് കൊണ്ടോട്ടിയിൽ നിന്നും മലപ്പുറത്ത് നിന്നുമൊക്കെ എനിക്ക് ഉത്തരം കിട്ടി. എന്നാൽ ഇവിടെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷന്റെ ഒരു കോളത്തിൽ ശരിക്കും ഓൺലൈൻ എന്ന് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ആ ഓൺലൈൻ ട്യൂഷൻ എന്ന് രേഖപ്പെടുത്തി പാൻ കാർഡും അതുപോലെ നമ്മുടെ ആധാർ കാർഡും കൊടുത്തിട്ട് ഒരു ലൈസൻസ് ഉദ്യം പോലെ ഒരു രജിസ്ട്രേഷൻ തന്നു കഴിഞ്ഞാൽ അതുപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ഗേറ്റ്വേ എടുക്കാനും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാനും സാധിക്കും. പിന്നെ അതിന്റെ GST ഇനത്തിൽ സർക്കാരിന് ധാരാളം പണം കിട്ടും. കാരണം എല്ലാം ഓൺലൈനായി പോയി ഈ കാലത്ത്. ഈ ഒരു സാധ്യത എനിക്ക് ഒരു ലൈസൻസിന്റെ ആവശ്യമായി വന്നപ്പോൾ, ഞാനിത് അപേക്ഷിച്ചപ്പോൾ കിട്ടാതെ വന്നപ്പോൾ ഞാൻ കേരളത്തിലെ എനിക്കറിയാവുന്ന നമ്പറിലൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്തു. സ്പീക്കർ ഷംസീർ, അതേപോലെ മാത്യു കൊഴുനാടൻ അടക്കം. മാത്യു കൊഴുനാടനൊക്കെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായി എന്നൊക്കെയാ പറഞ്ഞത്, ഞാൻ അയച്ചു കൊടുത്തത്. പക്ഷെ അവരാരും തന്നെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് റിപ്ലൈ കിട്ടിയാൽ യാതൊരു റിപ്ലൈയും കിട്ടിയിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ കുറച്ച് MLA-മാർക്ക് അയച്ചു കൊടുത്തു. അവരൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നെങ്കിലും യാതൊന്നും നടന്നില്ല. പക്ഷേ കൃത്യമായി അത് തനിക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി അത് സർക്കാരിലേക്ക് എത്തിച്ച ഒരു MLA-ആണ് TV ഇബ്രാഹിം MLA. അത് എനിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ സർക്കാരിൽ നിന്ന് എനിക്കൊരു കത്ത് വന്നു. നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് TV ഇബ്രാഹിം MLA ഇവിടെ സമർപ്പിച്ച പ്രകാരം അത് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത്. തുടർന്ന് എന്ത് നടപടിയായി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടപ്പിലാക്കേണ്ടതാണ്. സർക്കാർ കാര്യം മുറ പോലെ എന്നാണല്ലോ, ജനങ്ങളുടെ ആവശ്യം നടത്തി കൊടുക്കാനല്ലല്ലോ സർക്കാർ എന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണമെന്ന് പലതവണ ഇദ്ദേഹം തന്നെ തെളിയിച്ചു തന്നിട്ടുണ്ട്. അത് MLA ആയപ്പോഴല്ല, MLA ആകുന്നതിന് മുമ്പ് അദ്ദേഹം PTA പ്രസിഡന്റ് ആയിരുന്ന ഒരു സ്കൂളിൽ ഞാൻ അവിടെ PTA അംഗമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നാണ് ആ സ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടം ഉണ്ടാകുന്നത്. അത് ഇദ്ദേഹം ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് കഴിവുള്ള പ്രാപ്തിയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളായി വന്നാൽ, അവർ ജനഹൃദയങ്ങളിൽ കീഴടക്കുന്നവരുകൂടി ആയാൽ, അല്ലെങ്കിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരുകൂടി ആയി കഴിഞ്ഞാൽ നാട് നന്നാവും, നാട്ടുകാരും നന്നാവും, നാട്ടുകാർക്ക് ഗുണവും കിട്ടും എന്നതാണ് സത്യത്തിൽ ഞാനിത് പറയാൻ കാരണം. ഇന്ന് ഇത് പറയാൻ ഒരു കാരണമുണ്ട്. എന്റെ നാട് എയർപോർട്ടിനടുത്താണ്. എയർപോർട്ടിൽ ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ്. ഞാനടക്കമുള്ള നിരവധി ആൾക്കാർ എയർപോർട്ടിലേക്ക് ഒരു ആവശ്യങ്ങൾക്ക് വാഹനം കൊണ്ടുപോകുന്നുണ്ട്. 13 മിനിറ്റ് അവിടെ നമുക്ക് ഫ്രീ ടൈം ഉണ്ട്. 13 മിനിറ്റിനുള്ളിൽ പക്ഷെ കറങ്ങി വരാൻ കഴിയാത്ത വിധം മുമ്പ് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ഒരുപാട് ചുറ്റിക്കറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊക്കെ പിന്നീട് വലിയ വിവാദങ്ങളായപ്പോൾ മാറ്റി 10 മിനിറ്റിനുള്ളിൽ തന്നെ പുറത്തേക്ക് കടക്കാവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോ അതിനെ മറികടക്കാൻ വേണ്ടി 3 മിനിറ്റ് ഔട്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു 3 മിനിറ്റ് മുമ്പേ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കറങ്ങി വരുന്നവർ ഈ സമയം നോക്കുന്നു, അവരുടെ സ്ലിപ്പിൽ സമയം നോക്കുന്നു. 2-3 മിനിറ്റ് ഏറെയായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്ന് 40 രൂപ അല്ലെങ്കിൽ 80 രൂപ വാങ്ങുന്നു. ഇത് സത്യത്തിൽ പിടിച്ചത് TV ഇബ്രാഹിം MLA ആണ്.
അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ബോർഡൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് കറങ്ങി സ്ലിപ്പ് വാങ്ങി തിരികെ വന്നപ്പോ അത് കണ്ടു, അത് പിടിച്ചു. വീണ്ടും ഒരു തവണ കൂടി നോക്കി, അപ്പോഴും പിടിച്ചു. 2-3 തവണ പിടിച്ചു. ഇതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തു. സംഗതി എന്തായാലും ഇത് വിഷയമായിട്ടുണ്ട്, ഇതൊരു പ്രശ്നമായി മാറും എന്ന് ഉറപ്പാണ്. കാരണം ഈ എയർപോർട്ടിൽ, മലബാറിലെ ഈ ഒരു എയർപോർട്ടിൽ വരുമ്പോൾ അവിടെ ധാരാളം വണ്ടികൾ വരുന്നുണ്ട്. അവിടെ ഉള്ളവർക്ക് അറിയാം, വരുന്ന വാഹനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ടാകുക, അവിടുത്തെ ടോൾ പ്ലാസക്കാർ അടിച്ചു മാറ്റിയിട്ടുണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ പ്രതികരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ജനപ്രതിനിധി, അങ്ങനെയുള്ളവരെ നമ്മൾ ഇത്തരത്തിൽ വീഡിയോ കൊണ്ട് പ്രൊമോട്ട് ചെയ്യണ്ടേ? ഇതൊരു പ്രൊമോഷനാണ് എന്ന് ആക്ഷേപിക്കുന്നവർക്ക് കൂടി ഞാൻ ചോദിക്കുന്നതാണ്. ഇത് ഇന്ന് വന്നിട്ടുള്ള വാർത്തയാണ്. ഞാൻ ഈ വാർത്ത കണ്ടത് റിപ്പോർട്ടർ ചാനലില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. അദ്ദേഹം മറ്റേതൊരു പ്രോഗ്രാം പങ്കെടുക്കുന്നതാണ്. ഡ്രൈവർ ഫൈസലിന് മാത്രമാണ് കിട്ടിയത്. പക്ഷെ ഞാൻ എന്റെ സന്തോഷം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ടി വി ഇബ്രാഹിമിനെ അറിയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും MLA-മാരായി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം. ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് എന്റെ പ്രിയപ്പെട്ട MLA-മാരോട്, പ്രത്യേകിച്ച് ടി വി ഇബ്രാഹിം MLA-യോട്. ഞാനൊരു റിക്വസ്റ്റ് തന്നിരുന്നു. എന്നെ പോലെ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന ധാരാളം പേർ, ഒരുപക്ഷെ ആയിരക്കണക്കിന് പേർ കേരളത്തിലുണ്ട്. അവർക്ക് അവരുടെ പാൻ നമ്പരും ആധാർ നമ്പരും കൊടുത്തുകൊണ്ട് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനിൽ ഒരു ലൈസൻസ് ഉണ്ടാക്കാൻ, ഉദ്യം പോലെ ഒരു രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള ഒരു പരിപാടി ചെയ്യണം. അതൊന്നുകൂടി ഒന്ന് പ്രഷർ ചെയ്തുകൊണ്ട് ഗവൺമെന്റിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഗവൺമെന്റിന്റെ വരുമാനമാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ ശ്രമിക്കണം. അതിനൊരു ലൈസൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ആയിരക്കണക്കിന് ആൾക്കാരെ, ഇനി വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അത് ഉപകാരമായി തീരും. അത് ഗവൺമെന്റിന് ഒരു വരുമാനമായി തീരും എന്നതാണ് വസ്തുത. അപ്പൊ ഞാൻ ഈ ഒരു വിവരം കൂടി പ്രിയപ്പെട്ട MLA-യുടെ മുന്നിൽ വീണ്ടും വെക്കുന്നു. അന്ന് താങ്കൾ കൊടുത്തിട്ടുള്ള ആ ആപ്ലിക്കേഷൻ അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് വന്നതല്ലാതെ മാസങ്ങൾക്കിപ്പുറം യാതൊരു റിപ്ലൈയും പിന്നെ വന്നിട്ടില്ല. അത് മൂലയ്ക്ക് കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സർക്കാർ അങ്ങനെയാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ജനങ്ങളുടെ പണം പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം പോലും വകമാറ്റിക്കൊണ്ടിരിക്കുന്നു. വയനാട് ഉദാഹരണമാണ്. എന്നിരുന്നാലും ഇത്തരത്തിൽ ചിലരെങ്കിലും ബാക്കിയുണ്ട് എന്നത് നമ്മുടെ സാധാരണക്കാരായ നാട്ടുപുറത്തുകാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ആശ്വാസമാണ്. ഏതായാലും ഇനിയും നേരത്തെ ഇപ്പോൾ ഇന്ന് എയർപോർട്ടിൽ ഇടപെട്ട പോലെ, നേരത്തെ ഞാൻ കൊടുത്തിട്ടുള്ള വിഷയത്തിൽ ഇടപെട്ടതുപോലെ, പിന്നെ നമ്മൾ അറിയാത്ത മറ്റു പല കാര്യങ്ങളിലും, നമ്മൾ സംസാരിക്കാത്ത മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, അത് പ്രാദേശികമായതുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത്തരം കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടാനും അതെല്ലാം ഫലപ്രദമായി പൂർത്തിയാക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.